ശ്രീ ജയചന്ദ്രൻ, ഏതായാലും ഞാൻ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പിളുകൾ വീഡിയോയായി തന്നെ അവതരിപ്പിച്ചു. കാരണം നമ്മൾ പറയുന്നതിനപ്പുറം ആ വീഡിയോയിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം തന്നെ എങ്ങനെ തിരുത്തി പറയുന്നു, വസ്തുത എന്താണ്, നേരും നുണയും തമ്മിലുള്ള അന്തരം എത്രമാത്രമാണ് എന്നെല്ലാം മനസ്സിലാക്കുന്ന നിരവധി വീഡിയോകൾ ഈ ചർച്ചയുടെ ഭാഗമായി വെച്ചു. ഏതായാലും അതിനെ ഒന്നിനെയും ഡിസ്പ്യൂട്ട് ചെയ്യാൻ ശ്രീ എൻ ശ്രീകുമാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകതയോടെ തന്നെ കാണുന്നു, പറയുന്നു. ഞാൻ ശ്രീ ജയചന്ദ്രനോട് ചോദിക്കാൻ വരുന്നൊരു കാര്യം, ഇതേ കാലയളവിൽ ഈ 100 ദിവസം മുഖ്യമന്ത്രിയെ നോക്കിയാൽ അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തെയും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും ഏറ്റവും അധികം സംഘപരിവാർ വിധേയത്വം ഇങ്ങനെ തൊട്ടെടുക്കാൻ പാകത്തിന് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എത്ര അനുഭവങ്ങൾ മലയാളിക്കും. പക്ഷേ ഞാൻ അതേക്കുറിച്ചല്ല ചോദിക്കും. ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് തൊട്ടു മുമ്പും പ്രതിപക്ഷ നേതാവായിരുന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ആക്ഷേപം ആളുകൾക്ക് തികഞ്ഞ ബോധ്യമായി ഭരണത്തിൽ നിന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തെ അത് ബാധിക്കുന്നതേയില്ല, അദ്ദേഹത്തിനതൊരു പ്രശ്നമേ അല്ല എന്ന നിലയിലല്ലേ അദ്ദേഹം പെരുമാറുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ ധാരണ ഏത് നിലയിലാണ് വേരുറച്ചിട്ടുള്ളത് UDF രാഷ്ട്രീയത്തിൽ എന്നുള്ളത് നമുക്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ പോലും പരിഗണിക്കാതെ അദ്ദേഹം ഭരണത്തിൽ പരിപൂർണമായും ഈ സഹായം തേടുന്നത് മുസ്ലിം ലീഗിന്റെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ മൂവാറ്റുപുഴ ജില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് പിന്നാലെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വെടിപൊട്ടിക്കുന്നത്. അപ്പൊ വ്യക്തമാണ് എന്താണ് കാര്യം എന്നുള്ളത്. പുതിയ ജില്ല വരുന്നതിന്റെ പ്രശ്നം എന്തൊക്കെയാ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഇവിടെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ജില്ല വിഭജിക്കേണ്ടത് പോപ്പുലേഷൻ ബേസിസിലാണ്. അങ്ങനെയാണെങ്കിൽ 2011 സെൻസസ് അനുസരിച്ച് ഈ 2026 മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എറണാകുളത്തിന്റെ, തിരുവനന്തപുരത്തിന്റെ, ആലപ്പുഴയുടെ പറയാൻ പറ്റുമോ? 2011 ജനസംഖ്യ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അടുത്ത സെൻസസ് വരണം. അപ്പൊ പോപ്പുലേഷൻ മാത്രമാവരുത് മാനദണ്ഡം. അപ്പൊ വികസന പിന്നോക്കാവസ്ഥയാകണം മാനദണ്ഡം. അങ്ങനെ വികസന പിന്നോക്കാവസ്ഥ നോക്കുമ്പോൾ കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി ഈ 4 ജില്ലകളാണ് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത്, ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ. ഇവിടെ 4ഉം ബന്ധിപ്പിച്ച് ഒരു പ്രശ്നങ്ങളും പറയാനില്ല. അങ്ങനെ മുസ്ലിം ലീഗിന്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഒന്നാണ്. രണ്ടാമത്, കഴിഞ്ഞ വർഷം ഈ സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെയും കാര്യം ശ്രീകുമാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. കഴിഞ്ഞ വർഷം പിണറായി വിജയൻ സർക്കാർ കൊടുത്തത് 20,000 രൂപ ശമ്പള അഡ്വാൻസും 4,500 രൂപയും 3,500 രൂപയും ബോണസുമാണ് കൊടുത്തത്. അതേ തുക തന്നെയാണ് ശരത്തെ ഈ വർഷം സതീശൻ സർക്കാരും കൊടുക്കുന്നത്. അതേ തുക 20,000 രൂപ, 4,500 രൂപ, 3,500 രൂപ. അതിൽ എന്ത് വ്യത്യാസമാണ് അതിനകത്തുള്ളത്? സാധാരണ അങ്ങനെയാണ് സർക്കാരുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു പുതിയ ഗവൺമെന്റ് 10 വർഷത്തിന് ശേഷം UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ജീവനക്കാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളത് അവർ തന്നെയാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനാ നേതാക്കൾ, എന്റെ സുഹൃത്തുക്കളുണ്ട്, ഈ സർക്കാർ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ സുഹൃത്തുക്കളുണ്ട്. അവരെ എന്നോട് നേരിട്ട് സംസാരിച്ചാണ്, ഫോണിലല്ല, നേരിട്ട്. ഇതാണ് ഇവരുടെ പരിപാടി. പിന്നെ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴേ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരാ, കാരണം മാർഗമില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടാണ് ജനം എല്ലാം ചെയ്തു, ജനത്തിന് വേണ്ടി എല്ലാം ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് എവിടെയാണ്? താങ്കൾ എന്നെ കോട്ട് ചെയ്തതിന്റെ കാര്യം പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതുകൊണ്ടൊന്നും സ്പർശിച്ചു പോകാതെ പറ്റില്ലല്ലോ. ഈ വിഴിഞ്ഞം പോർട്ട് അല്ല മിഷൻ സമുദ്ര. ഞാൻ പറഞ്ഞ മിഷൻ സമുദ്രയുടെ കാര്യമാണ് പറഞ്ഞത്. പോർട്ട് സിറ്റി, കേരളത്തിനെ പോർട്ട് സിറ്റി ആക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ 2 പദ്ധതികൾക്കും കൂടെ വേണ്ടി മാത്രം 1.5 ലക്ഷം കോടി രൂപ വേണം. നിർദ്ദിഷ്ട എസ്റ്റിമേറ്റ് പ്രകാരം എന്താണ് പദ്ധതി? ഈ 1.5 ലക്ഷം കോടി രൂപ എവിടുന്നാണ് ഉണ്ടാക്കുക? എങ്ങനെ, ഏത് മേഖലയിൽ ഉണ്ടാക്കും? അപ്പൊ അത് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല, സ്വകാര്യ മേഖല ആശ്രയിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. സ്വകാര്യ മേഖല ഏതൊക്കെ തരത്തിലാണ് ആശ്രയിക്കുന്നത്? കേരളത്തിലെ നിങ്ങൾ ഒറ്റ കൊടുക്കാൻ പോവുകയാണോ, പണയപ്പെടുത്താൻ പോവുകയാണോ, അതോ വിൽക്കാൻ പോവുകയാണോ? ഇതറിയണ്ട കേരളത്തിലെ ജനങ്ങൾക്ക്. അവകാശമില്ലേ? നിങ്ങൾ 100 ദിവസമായി ഇന്ന് ഇതുവരെയും കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്താണ് നിങ്ങളീ പോകുന്ന മിഷൻ സമുദ്രയുടെയും ബ്ലൂ എക്കോണമിയുടെയും പോർട്ട് സിറ്റി ഹബിന്റെയും കാര്യത്തിൽ ചെയ്യാൻ പോകുന്ന 1.5 ലക്ഷം കോടി രൂപയ്ക്കുള്ള വക എന്താണ് കണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രൈവറ്റൈസേഷൻ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്?
ഇതാണ് ചോദ്യം. ഓക്കെ. ഈ ചോദ്യം വരുമ്പോൾ ഞങ്ങൾ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്തു. അത് കൊടുക്കണമെന്നേ. അത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനുള്ളത് ഏതൊരു ഗവൺമെന്റിന്റെ ചുമതലയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നത് ക്ഷേമ പെൻഷൻ കൊടുത്തോ ഇല്ലയോ എന്നതിനെ ആസ്പദമാക്കിയല്ല എന്നുള്ളത് അറിയാത്ത ആളൊന്നുമല്ല പിന്നെ ഒരു സീസൺഡ് ജേർണലിസ്റ്റായി നിൽക്കുന്ന താങ്കൾ. അതെനിക്കറിയാം. പക്ഷേ അന്ധമായ കോൺഗ്രസ് ഭക്തി താങ്കളെ അത് പറയാൻ അനുവദിക്കുന്നില്ല. അത്രയുള്ള കാര്യം. ശരി.